Hello everyone. Probability, random process and numerical methods എന്ന ഈ കോഴ്സിൻ്റെ ഫസ്റ്റ് സെഷനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇതിനകത്ത് കവർ ചെയ്യുന്നത് എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ സ്പെഷ്യൽ റാൻഡം പ്രോസസ്സ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ഡിസ്ക്രീറ്റ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് പ്രോബബിലിറ്റി തിയറി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് പ്രോബബിലിറ്റി, അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സ്കോപ്പ് ഓഫ് പ്രോബബിലിറ്റി സ്റ്റഡി. ഈ പ്രോബബിലിറ്റി സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല സിറ്റുവേഷനും, നമ്മൾ കാണുന്ന പല സിറ്റുവേഷനും അൺസർട്ടൺ സിറ്റുവേഷൻസ് ആയിരിക്കും. മിക്കവാറും വളരെയധികം കേസുകൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ചില എക്സാമ്പിൾസ്, ഞാനിവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ വാട്ട് വുഡ് ബി ദി ഔട്ട്പുട്ട് വെൻ വി ടോസ് എ കോയിൻ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഹെഡോ ടെയിലോ ആവാം, ബട്ട് എക്സാക്ട്ലി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് നോട്ട് നോൺ, റൈറ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അതൊരു അൺസർട്ടൺ കേസാണ്. ഓക്കെ, എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ ഹെഡോ ടൈലോ ഏതെങ്കിലും ഒന്ന് വീഴുമെന്നറിയാം, ബട്ട് എക്സാക്ട്ലി ഏതാണ് സംഭവിക്കാൻ നമുക്ക് അറിയാൻ സാധിക്കില്ല. അതാണ്. അതുപോലെ വേറെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ളത്, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഫാൻ 500 hours കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഫെയിലിയർ വർക്ക് ചെയ്യാനുള്ള എത്ര ശതമാനം സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മളൊരു ഫാനിനെ നോക്കിയിട്ട് ഇത് എത്ര കാലം വർക്ക് ചെയ്യും വിത്തൗട്ട് ഫെയിലിയർ, അത് ഒരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് എപ്പോഴാണ് ഫെയിലിയർ ആവുക എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലൈഫ് ടൈം ഓഫ് ദാറ്റ് ഫാൻ, അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, റൈറ്റ്? ഒത്തിരി കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു അൺസർട്ടൺ ഇവൻ്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ കസ്റ്റമർ കെയറിലേക്കൊക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഫോണിൽ കൂടി നമ്മളൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിക്കുകയാണെങ്കിൽ, ആ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം, റൈറ്റ്? എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കസ്റ്റമർ കെയറിന് എക്സിക്യൂട്ടീവിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷേ കിട്ടിയേക്കാം, മേ ബി 1 minute 2 minutes, സംടൈംസ് ഇറ്റ് മേ ടേക്ക് 5 minutes, സംടൈംസ് മോർ, റൈറ്റ്? അപ്പോൾ അതൊരു അൺസർട്ടൺ ഇവൻ്റ് ആണ്. ആക്ച്വലി എക്സാക്ട്ലി എത്ര സമയം കൊണ്ടാണ് ഇത് സാധിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഒരു ദിവസം നമ്മൾ എത്ര സമയം ഉറങ്ങുന്നു എന്നുള്ളതാണ്, റൈറ്റ്? ദ ഡ്യൂറേഷൻ ഓഫ് യുവർ സ്ലീപ്പ്, ദാറ്റ് ഈസ് അഗെയിൻ അൺസർട്ടൺ. നമ്മൾ എത്ര സമയം കൃത്യമായിട്ട് ഉറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ചില ദിവസം നമ്മൾ 6 hours ഉറങ്ങും, ചില ദിവസം നമ്മൾ 12 hours ഉറങ്ങാം, റൈറ്റ്? അപ്പോൾ അത് ഒരു അൺസർട്ടൺ ഇവൻറ്റ്സ് ആണ്. സി, അപ്പോൾ ഓൾ ദീസ് സിറ്റുവേഷൻസ് ആർ അൺസർട്ടൺ ഇവൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ അൺസർട്ടണിറ്റി വരുന്ന ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് നമുക്കൊരു ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദെയർ എനി മാത്തമാറ്റിക്സ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദെയർ എനി മാത്തമാറ്റിക്സ് ടു അഡ്രസ് സച്ച് അൺസർട്ടൺ ഇവൻറ്റ്സ്? ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആണ് നമ്മുടെ പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇതിനുള്ള ആൻസർ ആണ് പ്രോബബിലിറ്റി തിയറി. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള അൺസർട്ടൺ ഇവൻറ്റ്സിനെ വളരെ കൃത്യമായ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ചട്ടക്കൂടിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഇതുപോലുള്ള സിറ്റുവേഷൻ നമുക്ക് അഡ്രസ്സ് ചെയ്യുക? അപ്പോൾ അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അൺസർട്ടൺ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇവൻറ്റ്സിനെ നമുക്ക് ഫസ്റ്റ് അതിനെ മാത്തമാറ്റിക്കലി നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാം. Random experiment. Okay, so an experiment whose outcome is not known. ഇതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്.
Okay, an experiment whose outcome is not known is called a random experiment. Let's see some examples. ഞാൻ 3 എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഇനി വരുന്നതൊക്കെ ഞാൻ ഈ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കും പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ. ഓക്കെ, ടോസിങ് എ കോയിൻ ട്വൈസ്. ലെറ്റ് ബി ലൈക്ക് ദിസ്. ഒരു കോയിൻ നമ്മൾ 2 പ്രാവശ്യം ടോസ് ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു പ്രാവശ്യം ഹെഡ് ടെയിൽ വീഴാം, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഹെഡ് ആയിരിക്കാൻ വീഴുക. അപ്പോൾ അങ്ങനെ പല പോസിബിലിറ്റീസ് വരും. കൃത്യമായിട്ട് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. വേറെ ഒരു എക്സാമ്പിൾ ഇതാണ്, നമ്പർ ഓഫ് ലൈക്സ്. നമ്പർ ഓഫ് ലൈക്സ് ഓഫ് an FB പോസ്റ്റ്. അല്ലെ, നമ്മൾ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന നമ്പർ ഓഫ് ലൈക്സ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. റൈറ്റ്, കൃത്യമായിട്ട് അതിന് മൊത്തം ടോട്ടൽ തന്നെ എടുത്താൽ മതി, എണ്ണം കിട്ടും. അല്ലെങ്കിൽ ഒരു ദിവസത്തെ നമ്മൾ വരികയാണെങ്കിൽ ഒരു ദിവസം എത്ര ലൈക്സ് കിട്ടുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു അൺസർട്ടൺ ഇവന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആയിട്ട് പറയാം. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ, ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫോൺ ചെയ്യുമ്പോൾ എത്ര സമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും? ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. റൈറ്റ്, അതും പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണല്ലേ. എക്സാക്ട്ലി എത്ര സമയം നമ്മൾ സംസാരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും ഇതുപോലെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡിയ. നെക്സ്റ്റ് ഇസ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് the set of all possible outcomes of a random experiment. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് ഉണ്ടായാൽ കൃത്യമായിട്ട് ഏത് സംഭവിക്കില്ലെങ്കിലും അതിന് പോസിബിൾ ആയിട്ടുള്ള കുറേ ഔട്ട്കംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പോസിബിൾ ഔട്ട്കംസിന്റെ കളക്ഷനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എസ് ആണ്. എസ് എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാമ്പിളിൻ്റെയും സാമ്പിൾ സ്പേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ കേസിൽ, എക്സാമ്പിൾ 1ൻ്റെ കേസിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ആദ്യത്തെ 2 പ്രാവശ്യം നമുക്ക് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ഹെഡ് ടെയിൽ കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഈ 4 പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എല്ലാ പോസിബിലിറ്റിയും കൂടെ നമ്മൾ സെറ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ലൈക്സ് ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ലൈക്കും കിട്ടാണ്ടിരിക്കാം, ചിലപ്പോൾ ഒരെണ്ണമായിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ ആ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഒരു പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തൊരു കമൻസ് ആണെങ്കിൽ മേ ബി അത് എത്ര വരെ വേണമെങ്കിലും പോവാം. റൈറ്റ്, ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അത് വേണമെങ്കിൽ വളരെ വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 0, 1, 2, 3 എക്സെട്ര എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ കേസിൽ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പാണ്, അല്ലെ, നമ്മൾ എത്ര സമയം ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ക്യാൻസൽ ആയി പോയേക്കാം. റൈറ്റ്, അത് കട്ടായി പോയേക്കാം. ചിലപ്പോൾ അത് വളരെ നീണ്ടുപോയേക്കാം, കുറേ സമയത്തേക്ക് നീണ്ടുപോയേക്കാം. ഇപ്പോൾ ഒരു മാക്സിമം ഫോൺ കോൾ മേ ബി 1 hour, അല്ലേ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 0 to 1 hour. അപ്പോൾ ഇത് നമുക്കൊരു ഇൻട്രോൽ ആയിട്ടാണ് കിട്ടുക. ഇതിനിടയ്ക്ക് ഏത് വേണമെങ്കിലും ആവും. ചിലപ്പോൾ 30 minutes ആവും, ചിലപ്പോൾ 20 minutes ആവും, 20.2 minutes ആവും, അങ്ങനെ എന്ത് വേണമെങ്കിലും കിട്ടാം. റൈറ്റ്, അപ്പോൾ 1 എന്നുള്ളത് ഞാൻ റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ, മേ ബി 24 hours, അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവൻസ് ആണ്. എന്താണ് ഇവൻസ്? ഇവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എനി subset of a sample space. ഇപ്പോൾ ഒരു സാമ്പിൾ സ്പേസിൻ്റെ ഏത് സബ്സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇവൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ കേസിൽ ഇവൻ്റ് എന്ന് സാർ നമ്മൾ എന്ന് പറയുന്ന നൊട്ടേഷൻ വെച്ചിട്ടാണ് പറയാം. ഫസ്റ്റ് കേസിൽ ഒരു ഇവൻ്റ് എന്ന് പറയുമ്പോൾ എച്ച് മാത്രമേ എടുത്തു, ഇതൊരു ഇവൻ്റാണ്. ഓക്കെ, വേറൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ലെറ്റ് മീ കോൾ ദാറ്റ് as E2 is equal to H മാത്രം വരുന്ന ഔട്ട്കംസ്, HH, HT, then TH. ഇത് 3 വരാം. അപ്പോൾ ഇങ്ങനെ ഏത് സബ്സെറ്റും നമുക്ക് എടുക്കാം. ഇഷ്ടംപോലെ സബ്സെറ്റുകളുണ്ടാവും, ഏത് സബ്സെറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനെയൊക്കെ നമുക്ക് ഇവൻസ് എന്ന് പറയാം. രണ്ടാമത്തെ എക്സാമ്പിളിലാണെങ്കിൽ ഇപ്പോൾ S is equal to ഞാനിപ്പോൾ 10
11 12 മാത്രം പറഞ്ഞു തന്നു വിചാരിക്കുക. ഇതതിനൊരു എക്സാമ്പിളാണ്, റൈറ്റ്? ഇതതിൻ്റെ ഒരു സബ്സെറ്റാണ്. അതുപോലെ തേർഡ് എക്സാമ്പിളിൽ കുറേ ഇവൻറ്റ്സ് എഴുതുന്നില്ല, ജസ്റ്റ് എക്സാമ്പിളിന് ഒരെണ്ണമൊക്കെ എഴുതുന്നുള്ളൂ. തേർഡ് എക്സാമ്പിളിൽ ഈ പറഞ്ഞ പോലെ 0 to 1 അവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 15 minutes മുതൽ 20 minutes വരെ പറയുന്നു എന്ന് വിചാരിക്കും. 15 minutes to 20 minutes. അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്, 0 to 1 അവറിൻ്റെ ഒരു സബ്സെറ്റാണ് 15 minutes to 20 minutes എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എന്തായിട്ട് വരാം, ഒരു ഇവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൻ്റെ ഏത് സബ്സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇവൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഇവൻറ്റ്സും കൂടി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, probability of an event. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ലെറ്റ് n of s be the number of elements in S and n of e be the number of elements in E. Then P of E എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് an event എന്ന് നമ്മൾ പറയാം. P of E, പ്രോബബിലിറ്റി ഓഫ് E is equal to, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു E ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഫേവറബിൾ ടു S, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഈ എന്ന് പറയുന്ന സബ്സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നതായിരിക്കും പ്രോബബിലിറ്റി ഓഫ് E എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിനകത്ത് പ്രോബബിലിറ്റി ഓഫ്, ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് പ്രോബബിലിറ്റി ഓഫ് E2 കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ E2 ഡിഫൈൻ ചെയ്തതാണ്. ഇതിനകത്ത് 3 എലമെൻ്റ് ആണുള്ളത്, അതിൻ്റെ സാമ്പിൾ സ്പേസിൽ മൊത്തം 4 എലമെൻറ്റ്സുമാണുള്ളത്, റൈറ്റ്? അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന പ്രോബബിലിറ്റി, ഒരുപക്ഷെ നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള പ്രോബബിലിറ്റീസ് ആണ്. പക്ഷേ ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ്, എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. n of s ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ +2 ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളിവിടെ കണ്ട ഈ, ഫോർ എക്സാമ്പിൾ, ഈ 3 എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഈ 3 എക്സാമ്പിളിനകത്ത് ആദ്യത്തെ ഒരെണ്ണം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ചെയ്തു, പക്ഷേ രണ്ടാമത്തേതിനകത്ത് ആക്ച്വലി ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ്. അതുപോലെ മൂന്നാമത്തെ കേസിലെ ഒരു ഇൻ്റർവെൽ ആണ്, അതിനകത്തും ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള റിയൽ സിറ്റുവേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ ഈ രീതിയിലുള്ള പ്രോബബിലിറ്റീസ് മാത്രം ഡിഫൈൻ ചെയ്താൽ പോരാ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മളിനി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് our main topic is random variables. എന്താണ് റാൻഡം വേരിയബിൾസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ, റാൻഡം വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു റൂളാണ് ദാറ്റ് അസോസിയേറ്റ്സ് എ നമ്പർ വിത്ത് ഈച്ച് ഔട്ട്കം ഇൻ എസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏതൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയാലും അതിനകത്തൊരു സാമ്പിൾ സ്പേസ് ഉണ്ടാവും. ആ സാമ്പിൾ സ്പേസിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ബേസിക്കലി റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്നോട് ഉദ്ദേശിക്കുക റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 3 എക്സാമ്പിൾസ് കണ്ടിരുന്നു, റൈറ്റ്? 3 എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. ഫസ്റ്റ് വൺ ടോസിങ് എ കോയിൻ ട്വൈസ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് HT, TH ആൻഡ് TT ആണ്. ഇതിപ്പോൾ ഒരു റാൻഡം വേരിയബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പിൾ സ്പേസിലുള്ളതൊക്കെ നമ്പേഴ്സ് അല്ല. HH, HT പോലെയുള്ള കുറേ ലെറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്പേഴ്സ് പറഞ്ഞു. അപ്പോൾ ഈ എസ്സിൽ നിന്നും റിയൽ നമ്പറിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്തെങ്കിലും ഡിഫൈൻ ചെയ്താലേ അതെന്താവുള്ളൂ, അതൊരു റാൻഡം വേരിയബിൾ ആവും. അപ്പോൾ ഞാനിവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡിഫൈൻ എ റാൻഡം വേരിയബിൾ x such that
such that x is equal to number of heads എന്ന് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ, നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത് എസിൽ നിന്നും ആറിലേക്കുള്ള സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ എസിനകത്തുള്ള ഓരോ എലമെൻറ്റിനകത്തേക്ക് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്കംസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? എക്സ് ഓഫ് എച്ച് എച്ച്, റൈറ്റ്? അതായത് നമ്പർ ഓഫ് ഹെഡ്സ്, എക്സ് എന്ന് കാണുമ്പോൾ തന്നെ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് മനസ്സിൽ വന്നാൽ മതി. സോ നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എച്ച് എച്ചിനകത്ത് 2 ഹെഡ്സ് ആണുള്ളത്, അപ്പോൾ അതിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അതുപോലെ എക്സ് ഓഫ് എച്ച് ടിക്കകത്തുള്ള നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എച്ച് ടി അത് 1 ആണ്. അതുപോലെ എക്സ് ഓഫ് ടി എച്ചും 1 തന്നെയാണ് അല്ലേ, അതും 1 ആണ്. പിന്നെ ഉള്ളത് എക്സ് ഓഫ് ടി ടി ആണ്, എക്സ് ഓഫ് ടി ടി. അതിനകത്ത് നമ്പർ ഓഫ് ഹെഡ്സ് ഇല്ല, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും, റൈറ്റ്? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി ആണ്. അത് നമ്മളൊരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0, 1, 2 എന്നാണ്. ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. ഇതാണ് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയാം, 0, 1, 2. അപ്പോൾ നമ്മൾ വെറുതെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റും അതിൻ്റെ സാമ്പിൾ സ്പേസും എഴുതി എന്നോർത്തുകൊണ്ട് റാൻഡം വേരിയബിൾ ആവണമെന്നില്ല. അതിൽ നിന്നും നമുക്ക് ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ആ ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ഹെഡ്സ്, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് 0, 1, 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ എസ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര ഇതായിരുന്നു. അതായത് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത് നമ്പർ ഓഫ് ലൈക്സ് ആയിരുന്നു, റൈറ്റ്? അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് ആ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ലൈക്സ് അത് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്താൽ മതി. നമ്പർ ഓഫ് ലൈക്സ് ഓഫ് ആൻ FB പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല, നമ്പർ ഓഫ് ലൈക്സ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതൊരു റാൻഡം വേരിയബിൾ ആണ്, കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി റിയൽ നമ്പേഴ്സ് ആണ്, നമ്പർ ഓഫ് ലൈക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇത് തന്നെ കിട്ടും, 0, 1, 2 എക്സെട്ര തന്നെ കിട്ടും. ഓക്കെ, അതുപോലെ തേർഡ് കേസിലും ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ ആയിരുന്നു പറഞ്ഞത്, ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. അപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ എഴുതിയത് 0 to 1 hour എന്നാണ് എഴുതിയിരുന്നത്, റൈറ്റ്? അപ്പോൾ അവിടെയും നമുക്ക് എക്സ് എന്ന് ഇത് റിയൽ നമ്പറാണ് കിട്ടുക, ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അവിടെ എക്സ് നമുക്ക് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം, ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. അതാണ് റാൻഡം വേരിയബിൾ ഓഫ് എ ഫോൺ കോൾ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് ബിക്കംസ് എ റാൻഡം വേരിയബിൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഐഡിയ, ഡ്യൂറേഷൻ ഓഫ് എ ഫോൺ കോൾ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു, 0 to 1 hour എന്നാണ് നമ്മൾ എഴുതിയത്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വളരെയധികം റിയൽ സിറ്റുവേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 3 എക്സാമ്പിളാണ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഇതിനകത്ത് 3 വാല്യൂസ് ഉണ്ടായിരുന്നുള്ളൂ, ഫൈനൈറ്റ് ആണ്, ആൻഡ് നമുക്കിത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെന്ന് പറയാം. 0, 1, 2 വേണ്ട, ഇതൊക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഒരു 0 കഴിഞ്ഞാൽ പിന്നെ 1, 1 കഴിഞ്ഞാൽ 2 നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ അതെ 0, 1, 2 ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ്. 0, 1, 2 അതിനുശേഷം 3 അതിനുശേഷം 4 അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ആദ്യത്തെ 2 എക്സാമ്പിളിലും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞ ഇത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഇതും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്, കാരണം ഡിസ്ക്രീറ്റ് വാല്യൂസ് എടുക്കുക. ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് വെച്ചാൽ 0, 1, 2, 3 അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഒരു വാല്യൂവിന് ശേഷം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഐഡിയ. അതുപോലെ അടുത്തത് ഇവിടെ എടുക്കുന്ന ഇത് കണ്ടിന്യൂവേഴ്സ് റാൻഡം വേരിയബിൾ ആണ്, റൈറ്റ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 0ക്ക് ശേഷം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, റൈറ്റ്? 0ക്ക് ശേഷം 0ക്കും 1നും ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ടിന്യൂവേഴ്സ് വാല്യൂസ് എടുക്കുക. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റ് അല്ല, ഇതിനെ നമ്മൾ വിളിക്കുന്നത് കണ്ടിന്യൂവേഴ്സ് റാൻഡം വേരിയബിൾ എന്നാണ്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ഇതുപോലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചിട്ടാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ ഫൈനൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി, ഈ രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്പേഴ്സ് ആയിരിക്കാം വന്നിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കൺസിഡർ ചെയ്യുക ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഇതുപോലെ ഇൻ്റർവെൽസ് വരുന്ന റാൻഡം വേരിയബിളിനെ കുറിച്ച് പഠിക്കും. ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ let's focus on discrete random variables. Okay, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: the random variable that takes discrete values. Okay, random variable that takes discrete values. ഇനി ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമ്മളൊരു എക്സാമ്പിളിൽ കൂടി കാണാൻ പോവുകയാണ് ആദ്യം. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ട എക്സാമ്പിളാണ്. സോ വി ടേക്ക് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ടോസിങ് എ കോയിൻ ട്വൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് HH, HT, TH ആൻഡ് TT ആയിരിക്കും. ഇതിനകത്തേക്ക് നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. ഇതൊരു റാൻഡം വേരിയബിൾ അല്ല, സാമ്പിൾ സ്പേസ് മാത്രമാണ്, ഇത് റിയൽ നമ്പേഴ്സ് അല്ല. ഇതിനകത്തേക്ക് നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. X is equal to number of heads. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ HH കണ്ടുപിടിക്കുക, ഓരോന്നിനകത്തും എത്ര ഹെഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് എഴുതുമ്പോൾ 0, 1 ആൻഡ് 2 ഈ 3 പോസിബിൾ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക, 0, 1 ആൻഡ് 2. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് റാൻഡം വേരിയബിൾ ആണ്, ഇത് 3 വാല്യൂസ് എടുക്കുക. ഈ ഓരോ വാല്യൂസിനും നമുക്ക് ഓരോ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പ്രോബബിലിറ്റി ദാറ്റ് the random variable x equal to 0. ഈ x 0 ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, x 1 ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, x 2 ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കാം, പ്രോബബിലിറ്റി ദാറ്റ് x is equal to x. ഓക്കെ, and we read that as probability that the random variable x takes the value small x. അപ്പോൾ ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ദാറ്റ് ദ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആവാം. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 0. റൈറ്റ്, അതാണ് അതിൻ്റെ മീനിങ്. അതാണ് പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് 0 ആകുക എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം, TT കിട്ടണം. കാരണം TTക്കകത്ത് ഹെഡ് ഇല്ല, അപ്പോഴാണല്ലോ ഇത് 0 വരിക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് TT. അപ്പോൾ മൊത്തം 4 ഔട്ട്കംസ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് TT കിട്ടാനുള്ള പ്രോബബിലിറ്റി, TT എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/4. കാരണം ഇതൊരു ഫൈനൈറ്റ് ആണ്, നമുക്ക് ഈ രീതിയിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മൊത്തം എസിനകത്ത് 4 എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും 1/4. അതുപോലെ തന്നെ അപ്പോൾ P of x equal to 0 എന്ന് പറയുന്ന പ്രോബബിലിറ്റി നമുക്ക് 1/4 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ P of x equal to 1, which means the probability that the number of heads is equal to 1. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഒരു ഹെഡ് കിട്ടുക എന്ന് വെച്ചാൽ ഒന്നുകിൽ അത് HT ആയിരിക്കാം അല്ലെങ്കിൽ TH ആയിരിക്കാം. റൈറ്റ്, അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഇവൻസിനകത്ത് 2 എലമെന്റ് ഉണ്ട്, മൊത്തം 4 എലമെന്റ്സ് ഉണ്ട്. സോ 2/4 is equal to 1/2 എന്ന് കിട്ടും. സോ പ്രോബബിലിറ്റി ദാറ്റ് x is equal to 1 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അതുപോലെ പ്രോബബിലിറ്റി ദാറ്റ് x is equal to 2, which means the probability that the number of heads is equal to 2. നമ്പർ ഓഫ് ഹെഡ്സ് 2 ആകുന്ന ഒറ്റ ഔട്ട്കമേ ഉള്ളൂ, HH. അപ്പോൾ HH കിട്ടാനുള്ള പ്രോബബിലിറ്റി, സോ ഇറ്റ്സ് 1/4. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റീസ് കിട്ടി 1/4, 1/2 ആൻഡ് 1/4 എന്ന് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് നമ്മളൊരു സെറ്റായിട്ട് എഴുതുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു സെറ്റായിട്ട് എഴുതാം. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, അതിൻ്റെ ഓരോ എക്സിൻ്റെയും പ്രോബബിലിറ്റീസ് നമ്മൾ സെറ്റായിട്ട് എഴുതുകയാണ്. അപ്പോൾ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1 ആൻഡ് 2 ആണ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമുക്കിവിടെ 1/4, 1/2 ആൻഡ് 1/4 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു ടേബിൾ ആയിട്ട് എഴുതുന്നു. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ റാൻഡം വേരിയബിൾ എടുക്കുന്ന ഓരോ വാല്യൂവിനും നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഈ 0 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/4 ആണ്. 1ൻ്റെ വെയിറ്റ് പ്രോബബിലിറ്റി വെയിറ്റ് എന്ന് പറയുന്നത് 1/2 ആണ്. 2ൻ്റെ പ്രോബബിലിറ്റി വെയിറ്റ് എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ പി ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, പി ഓഫ് എക്സ്, സ്മോൾ ലെറ്റർ പി ഓഫ് എക്സ് ആണ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് ഈ എക്സിലെ റാൻഡം വേരിയബിളിൻ്റെ ഓരോ എക്സിനും ഓരോ പ്രോബബിലിറ്റി അസൈൻ ചെയ്യുന്നത്. ഇതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അല്ലെ PMF എന്ന് പറയാം. ഇത് വെറുതെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഓൾറൈറ്റ്, ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊക്കെ പ്രോബബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ വാല്യൂസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. റൈറ്റ്, ഇതിൻ്റെ വാല്യൂ ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1/4 പ്ലസ് 1/2 പ്ലസ് 1/4 എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ രണ്ട് പ്രത്യേകതകൾ ഇതാണ്. ഒന്ന്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, സിഗ്മ പി ഓഫ് എക്സ് ഓവർ എക്സ്. എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ പ്രോബബിലിറ്റീസ് കിട്ടും. ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയും. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് എക്സ്പെക്റ്റേഷൻ? അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ഇ ഓഫ് എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ മ്യൂ എന്നും പറയാറുണ്ട്, ഓർ മ്യൂ എന്ന് പറഞ്ഞ നൊട്ടേഷൻ വെച്ചിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ടൈംസ് പി ഓഫ് എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. എക്സ്പെക്റ്റേഷൻ എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ എക്സിനെയും ഇതിൻ്റെ പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആക്ച്വലി എക്സ്പെക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ഈ റാൻഡം വേരിയബിൾ ആണല്ലോ എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാം എന്നുള്ളതാണ്. എന്നാലും വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ? വാട്ട് ഡു യു എക്സ്പെക്ട് ഔട്ട് ഓഫ് ദീസ് 3 വാല്യൂസ്? വിച്ച് വാല്യൂ ഡു യു എക്സ്പെക്ട് ടു ഹാവ്? അതാണ് എക്സ്പെക്റ്റേഷൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഏതായിരിക്കും ഇതിനകത്ത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. 0, 1, 2 നമ്മൾ ഇപ്പോൾ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞൊരു വാല്യൂ പറയില്ല. ഇപ്പോൾ 10 കുട്ടികളുടെ മാർക്ക് എടുത്താൽ ഇപ്പോൾ ഒരാൾക്ക് 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 3 കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരാളുടെ മാർക്ക് 5, ഒരാളുടെ 10, ഒരാളുടെ 15 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാർക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ള ഈക്വൽ വെയിറ്റേജ് ആണ്. റൈറ്റ്, അപ്പോൾ മൊത്തം 3 പേരുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റേജ് 1/3 ആണ്, ഇതും 1/3 ആണ്, ഇതും 1/3 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. ആവറേജ് എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്, 5 + 10 + 15/3 എടുക്കും. റൈറ്റ്, ഇത് വേറെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 5 × its weight plus 10 × its weight plus 15 × its weight. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, പക്ഷേ പ്രോബബിലിറ്റിയുടെ കേസിൽ ഇതുപോലെ ഈക്വൽ വെയിറ്റ് അല്ല നമുക്ക് കിട്ടുക. ഓരോ എക്സിനും പല ഡിസ്ട്രിബ്യൂഷൻ, പല വെയിറ്റേജ് ആണ്. പ്രോബബിലിറ്റി വാല്യൂസ് എന്ന് പറയുന്നത് പലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോർമുല നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കേസിൽ ഓരോ എക്സിനെയും അതിൻ്റെ പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട് വി വിൽ ഗെറ്റ്. ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ കൊടുക്കണം. എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, വിത്ത് ഇറ്റ്സ് പ്രോബബിലിറ്റി 1/4 പ്ലസ് അടുത്ത പ്രോബബിലിറ്റി 1 ആണ്, 1 വിത്ത് മൾട്ടിപ്ലൈ ബൈ ഇറ്റ്സ് പ്രോബബിലിറ്റി 1/2 പ്ലസ് 2 അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 പ്ലസ് 1/2 ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ പോസിബിൾ വാല്യൂ ആയ 0, 1, 2ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ,
ഇതാണ് ഇ ഓഫ് എക്സ് എന്ന് പറയാം. അടുത്തത് മൊമെന്റ്, അത് ഇ ഓഫ് എക്സ് ടു ദി പവർ ആർ. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ആർത്ത് മൊമെന്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇ ഓഫ് എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ മൊമെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ, ഇ ഓഫ് എക്സ് സ്ക്വയർ. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നതാണ് സിഗ്മ ഓവർ എക്സ്, എക്സ് അല്ല എക്സ് സ്ക്വയറിനെ അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സിനെ അല്ല ഓരോ എക്സിനും അതിന്റെ സ്ക്വയർ എടുക്കണം, എന്നിട്ട് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 0 × 1/4 പ്ലസ് 1 × 1/2 പ്ലസ് 2 × 1/4, അത് എക്സ്പെക്ടേഷൻ. അടുത്ത് 0 സ്ക്വയർ × 1/4, 1 സ്ക്വയർ × 1/2, 2 സ്ക്വയർ × 1/4, അതായിരിക്കും ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ 0 സ്ക്വയർ ടൈംസ് 1/4 പ്ലസ് 1 സ്ക്വയർ ടൈംസ് 1/2 പ്ലസ് 2 സ്ക്വയർ ടൈംസ് 1/4, ഇതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 പ്ലസ് 1 3/2 എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് ഓർഡർ മൊമെന്റ് എന്നാണ് ഇതിനെ വിളിക്കുക, ഇ ഓഫ് എക്സ് സ്ക്വയർ 3/2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്ന വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല ഇതാണ്. ഡെഫിനിഷൻ ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ. മ്യൂ എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ, ഇതാണ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയും. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ ഓൾറെഡി നമ്മളിപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 3/2 ആണ്. ഓക്കെ, സോ 3/2 മൈനസ് അടുത്തത് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ. സോ 3/2 മൈനസ് 1 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 ആണ്. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എക്സ് എന്നാണ് വിളിക്കുക. Okay, so standard deviation of x is equal to sigma x, and that is sigma capital X. That is nothing but the square root of variance of x. ഇതാണ് ഫോർമുല. അപ്പോൾ ഇതിൻ്റെ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1/2, ദാറ്റ് ഈസ് 1/square root of 2. ഇതാണ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനിൽ നിന്നും ബാക്കിയുള്ള റാൻഡം വേരിയബിൾ ഇപ്പോൾ 0, 1, 2 ആണ് എടുക്കുക, അല്ലേ? 0, 1, 2 ആണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്ടേഷൻ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പോൾ തിയറിറ്റിക്കലി ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ 1-ൽ നിന്നും എത്രമാത്രം ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഓക്കെ, അതൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല. ആൻഡ് finally we have one more definition, and that is cumulative distribution function. Cumulative distribution function notation capital F of x എന്നാണ്, capital F of x which is equal to, definition ഇതാണ്, അതായത് പ്രോബബിലിറ്റീസിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നതിന് മുമ്പ് ഞാനത് ടേബിളിൽ കാണിക്കാം. നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിളിനകത്ത് എക്സ് ഉണ്ട്, പി ഓഫ് എക്സും ഉണ്ടായിരുന്നു, റൈറ്റ്? എക്സും ഉണ്ട്, പി ഓഫ് എക്സും ഉണ്ട്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സും കൂടി എഴുതുന്നു എന്ന് വിചാരിക്കും, എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, 1, 2 ആണ്. പ്രോബബിലിറ്റി 1/4, 1/2, 1/4 ആണ്. അപ്പോൾ 0യുടെ ക്യുമുലേറ്റീവ്, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് 0 എന്ന് വെച്ചാൽ 0യും അതിന് മുമ്പുള്ള മാക്സിമം, അതിന് മുമ്പുള്ള വരെയുള്ള പ്രോബബിലിറ്റിയുടെ സമ്മാണ്. അപ്പോൾ 0 വരെയുള്ള നമ്മുടെ പ്രോബബിലിറ്റി 1/4 ആണ്. ഓക്കെ, 1 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1ഉം വരും 0യും കൂടെ, ഈ രണ്ട് വാല്യൂസിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സം എടുക്കണം. ഓക്കെ, അപ്പോൾ 1/4 + 1/2 അല്ലെങ്കിൽ 1/4 + 1/2 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. ആൻഡ് ഫൈനലി 2 വരെയുള്ള ഇൻക്ലൂഡിങ് 2 വരെയുള്ള പ്രോബബിലിറ്റീസിൻ്റെ സം, അപ്പോൾ എല്ലാം കൂടെ വരുമല്ലോ, കംപ്ലീറ്റ് വരും. അപ്പോൾ 3/4 + 1/4 എടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ഇത് 3ഉം കൂടി സം ചെയ്യാം, നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് പി ഓഫ് എക്സുകൾ
കൂട്ടുകയാണ് ചെയ്യുക, റൈറ്റ്? കുറേ പ്രോബബിലിറ്റി വാല്യൂസ് കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ ഈ y എന്ന് പറയുന്ന എല്ലാ വൈയും അല്ല, y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് വരെയുള്ള എക്സോ എക്സിൽ കുറവോ ഉള്ള എല്ലാ വൈയുടെയും പ്രോബബിലിറ്റീസ് സം ചെയ്യുക അപ് ടു എക്സ്. അതാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് എ ഫംഗ്ഷൻ ആയിട്ട് ഈ കേസിൽ ഡിഫൈൻ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, എക്സിൻ്റെ വാല്യൂ ലെസ് എക്സ് ഇസ് ഈക്വൽ ടു 0, 0 1 2 എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് 1/4 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അത് 1 1ന് മുമ്പിലേക്കും ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 3/4 ആണ്, റൈറ്റ്? ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓൾറൈറ്റ്, അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഞാൻ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യാം. സോ ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് എന്താണെന്നാണ് ഫസ്റ്റ് പറയാം. സോ എ ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ പി ഓഫ് എക്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ ഓവർ എക്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. Next one, cumulative distribution function definition. Capital F of x is equal to sigma y less than or equal to x p of y, and expectation e of x equal to sigma x p of x. Second order moment e of x square is equal to sigma over x square p of x. Then variance of x, e of x square minus e of x the whole square. Then standard deviation is the square root of variance of x. And just memorize these two results. Expectation of ax plus b, a being constants ആണ്, which is equal to a times expectation of x plus b, and variance of ax plus b is a square times variance of x. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇത് ഈ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു.